ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ ഗ്രഹേഭ്യോ സ്കന്ധായ ദേവീ നമഃ. നമസ്തേ. ഞാൻ ജ്യോതിഷാചാര്യ നന്ദകുമാർ, തളിക്കുളം, തൃശ്ശൂർ. ഇന്ന് 16/7/2024 ചൊവ്വാഴ്ച, കർക്കിടക മാസം 1-ാം തീയതി. രാമായണ മാസ ആരംഭം ആയിരിക്കുന്നല്ലോ. അപ്പോ എന്താണ് രാമായണ മാസത്തിൻ്റെ പ്രത്യേകത? രാമായണം എന്താണ് ഉയർത്തുന്നത്? രാമായണ ചൊവ്വാഴ്ച, കർക്കിടക മാസം 1-ാം തീയതി. രാമായണ മാസ ആരംഭം ആയിരിക്കുന്നല്ലോ. അപ്പോ എന്താണ് രാമായണ മാസത്തിൻ്റെ പ്രത്യേകത? രാമായണ സന്ദേശം നമ്മെ ഉണർത്തുന്നത് എന്താണ്? രാമായണ മാസം എല്ലാവർക്കും വിശേഷം തന്നെയാണ്. ധർമാധർമ്മങ്ങളെ വേർതിരിച്ച് ധർമ്മമാർഗത്തെയും മോക്ഷമാർഗത്തെയും വ്യക്തമാക്കുകയാണ് രാമായണം ചെയ്യുന്നത്. രാമായണത്തിലെ ഓരോ കഥാപാത്രവും സന്ദർഭമനുസരിച്ച് നമ്മുടെ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന ശിലകളായ സത്യം, ധർമ്മം, നീതി, ഭൂതദയ മുതലായ ഉത്കൃഷ്ട മൂല്യങ്ങൾ പ്രദാനം ചെയ്യുന്നു. രാമൻ സാമാന്യനാണ്, സത്യവാനും മിതഭാഷിയുമാണ്, സർവജനങ്ങൾക്കും പ്രിയങ്കരനാണ്, ധർമ്മത്തെ പ്രാണനിലുമധികം കാത്തു സൂക്ഷിക്കുന്നവനുമാണ്, പണ്ഡിതനും വീര്യവാനും അജയനുമാണ്. എങ്കിലും അദ്ദേഹം വിനയാന്വിതനാണെന്നുള്ളതാണ് ഏറെ വിശേഷത. ഗുരുജനങ്ങളെ പൂജിക്കുന്നവനും ആദരിക്കുന്നവനുമാണ് രാമൻ. സമദർശിയാണ്. അങ്ങനെയുള്ള രാമൻ്റെ ജീവിതകഥ എന്നതിനപ്പുറം രാമായണം ചില ദർശനങ്ങളും സന്ദേശങ്ങളും നമുക്ക് നൽകുന്നു. രാമായണം രചിക്കപ്പെട്ട കാലം മുതൽക്കു തന്നെ മറ്റൊരു കൃതിക്കും ലഭിക്കാത്ത പ്രസക്തി കൈവരിക്കാൻ കഴിഞ്ഞതാണ് രാമായണത്തിൻ്റെ സവിശേഷത. ലോകത്തിന് ഒരു വലിയ ധർമ്മ സന്ദേശം തന്നെയാണ് നമ്മുടെ രാമായണം. ഏതു കാലത്തും ഇതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടാതെ ജ്വലിച്ചു നിൽക്കുന്നു. ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഗ്രന്ഥങ്ങളാണല്ലോ രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയുമെല്ലാം. വാൽമീകി രാമായണം ധർമ്മജ്ഞാനപാതയും മഹാഭാരതം കർമ്മത്തിൻ്റെ വഴിയും വിസ്തരിക്കുമ്പോൾ ഭഗവത്ഗീത ഭക്തിയെയും ജ്ഞാനത്തെയും നമ്മൾക്ക് ഉപദേശിക്കുന്നു. ഇവയെല്ലാം ജീവിത പ്രാരാബ്ധങ്ങളിൽ നിന്ന് മുക്തിയിലേക്ക് നമ്മെ വഴി നടത്തുന്നു എന്നത് വിശേഷം തന്നെ. എന്താണ് രാമായണം സന്ദേശം നമ്മെ ഉണർത്തുന്നത്? ഭക്തി കൊണ്ട് നമ്മൾക്ക് സർവസ്വവും നേടാം എന്നു തന്നെയല്ലേ ഇതിലെ ഗുണപാഠം. ഗുഹന്റെയും ഹനുമാന്റെയും ഭക്തി എല്ലാവർക്കും മാതൃക തന്നെയല്ലേ. പാമരനായ ഒരാൾ ഭക്തിയുടെ ശക്തിയും ശരണാഗതിയും കൊണ്ട്
മാത്രം ശ്രീരാമപാദത്തിൽ എത്തുമെന്ന് ഗുഹചരിതം നമ്മെ പഠിപ്പിക്കുന്നു. തീർത്തും നിരുപാധികവും പൂർണ്ണവുമായ ഭക്തി ഹനുമാനിൽ നമ്മൾക്ക് ദർശിക്കുവാൻ കഴിയും. ഈശ്വരനോടുള്ള ഭക്തി നിരുപാധികവും നിർമ്മലവും ആയിരിക്കണം എന്ന വലിയ സന്ദേശം രാമായണം എന്ന പദത്തിനർത്ഥം രാമനിലേക്കുള്ള അയനം അഥവാ യാത്ര എന്നാണ്. എന്താണ് ഈ യാത്രയുടെ ഉദ്ദേശം? ഈ പാരായണം തീരുമ്പോഴേക്കും നമ്മുടെ ഇന്ദ്രിയങ്ങളും ബുദ്ധിയും മനസ്സും രാമപരങ്ങളായി മാറണേ എന്നല്ലേ ആ പാരായണത്തിൻ്റെയും യാത്രയുടെയും ഉദ്ദേശ ലക്ഷ്യം. പരയിലേക്കുള്ള അയനമാണ് പാരായണം. പര എന്നാൽ പരമമായ ഉത്കൃഷ്ടത എന്നർത്ഥം. നമ്മുടെ ശാരീരികമായും മാനസികമായും കർമ്മപരമായും ഏറ്റവും ഉത്കൃഷ്ടതയിലേക്ക് നയിക്കുന്നു എന്നല്ലേ ഇതിൻ്റെ എല്ലാം അർത്ഥം. ഒട്ടേറെ ശാസ്ത്രീയ വശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ് രാമായണം. രാമായണത്തെ ആദികാവ്യമെന്ന് പറയുന്നത് ആദിദൈവികം, ആധ്യാത്മികം, ആദിഭൗതികം എന്നിങ്ങനെ 3 തരത്തിൽ അർത്ഥം പറയുന്ന രാമായണത്തെ അർത്ഥങ്ങൾക്കൊന്നും ഒരു കോട്ടവും പറ്റാതെ ഏറ്റവും ചേതോഹരമായി അവതരിപ്പിക്കാൻ വാൽമീകി മഹർഷിക്ക് കഴിഞ്ഞു. ആധ്യാത്മികതയുടെ അർത്ഥത്തിൽ രാമൻ വിഷ്ണുവിൻ്റെ അവതാരം തന്നെ. നാലുപാടും വ്യാപിപ്പിക്കുന്ന സർവപ്രകാശനായ സൂര്യൻ ഈശ്വരൻ തന്നെയാണ്. സാധകന്റെ മനസ്സിനെ പ്രതിനിധീകരിക്കുന്നതാണ് ലക്ഷ്മണൻ. യൗവനമാകുന്ന വനത്തിലാണ് രാമൻ 14 വർഷം താമസിച്ചത്. സീത ജീവാത്മാവ് തന്നെ. ഇങ്ങനെ ജീവാത്മാവ്, പ്രകൃതി, ഈശ്വരൻ എന്നീ 3 തത്വങ്ങളും നമുക്ക് രാമായണത്തിൽ കാണാം. രാമായണ തത്വത്തിൽ ആധ്യാത്മികമായ അർത്ഥവും നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ 3 അർത്ഥങ്ങളും സുന്ദരമായ ഒരു കഥയും രാമായണത്തിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നു. ഭാരതീയ ജനതയുടെ കൈകളിൽ ഏറ്റവും അധികം താലോലിക്കപ്പെട്ട ഇതിഹാസകൃതിയായ രാമായണം 7 കാണ്ഡങ്ങളിൽ 24,000 ശ്ലോകങ്ങളിലായി രചിക്കപ്പെട്ടിരിക്കുന്നു. ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധകാന്ഡം, സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം, ഉത്തരകാന്ഡം എന്നിങ്ങനെ 7 കാണ്ഡങ്ങൾ രാമായണത്തിലുണ്ട്. ഒന്നാമത്തേതിൽ ശ്രീരാമന്റെ ബാലചരിതത്തെയും 2, 3, 4 എന്നിവയിൽ അതാതു സ്ഥാനത്ത് വെച്ച് നടന്ന കഥകളെയും, 5-ാമത്തേത് സർവവ്യാപിയായി കഥാസന്ദർഭത്തിലും സ്വഭാവത്തിലും ഘടനയിലുമുള്ള സൗന്ദര്യത്തെയും, 6-ാമത് രാവണ യുദ്ധത്തിനെയും, 7-ാമത്തേത് തിരിച്ച് അയോധ്യയിൽ വന്നതിനു ശേഷമുള്ള സീതാപരിത്യാഗവും കുശലോൽപ്പത്തി മുതലായ സംഭവങ്ങളെയും ആസ്പദമാക്കി യോജിപ്പിച്ചിരിക്കുന്നു. എത്ര ജ്ഞാനസമ്പന്നനായാലും പ്രാരാബ്ധകർമ്മം അനുഭവിച്ചു തന്നെ തീർക്കണം എന്നതും രാമന്റെ വനയാത്ര നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ ജ്ഞാനം അനുഭവത്തിലെത്തിയവർക്ക് ഈ ശരീരധർമ്മങ്ങൾ അപ്രസക്തമാകുന്നു എന്ന പാഠവും ഇതിലുണ്ടെന്ന് ഓർക്കുക. ഒരു മഹാത്മാവിൻ്റെയോ ദൈവപുരുഷൻ്റെയോ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ എന്താണ് അർത്ഥമാക്കേണ്ടത്? നമ്മളും ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നത് തന്നെയല്ലേ?
ശ്രീരാമപാദങ്ങളും സ്തുതികളും നിറഞ്ഞ ഈ രാമായണ പാരായണം നിങ്ങളെ ഭക്തിയിലേക്കും ഉത്കൃഷ്ടതയിലേക്കും ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ദശരഥായ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമ പ്രചോദയാത്. അപ്പോൾ ഈ രാമായണ മാസം നിങ്ങൾക്ക് ആത്മീയതയും ഐശ്വര്യവും എല്ലാം സമ്പൽ സമൃദ്ധിയെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. ഇനിയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി എല്ലാ വീഡിയോകളും കാണണം. തുടർന്നും ജ്യോതിഷ ആചാര അനുഷ്ഠാന വിധികളെക്കുറിച്ച് വീഡിയോകൾ ഉണ്ടായിരിക്കും. എല്ലാ വീഡിയോകളും നിങ്ങൾ കാണാൻ ശ്രമിക്കണം. നന്ദി, നമസ്തേ.